ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച വചനത്തിൽ 2 വാക്യം കൂടി ഞാൻ വായിക്കുന്നു. 1 യോഹന്നാൻ 3:2 അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പോൾ ഇതേ ഒരു ജീവിതശൈലിയിലാണ് ഹവ്വയുടെ അടുക്കിലേക്ക് പാമ്പ് എത്തിച്ചേരുന്നത്. അവളോട് ഉപായത്തിലാണ് സംസാരിക്കുന്നതായിട്ട് നമുക്കറിയാം. ഇത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അവളത് പറിച്ച് ഭക്ഷിക്കുവാനിടയായി. നമ്മുടെ ജീവിതശൈലിയിലും ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയാതെ പലപ്പോഴും നമ്മളത് സ്തോത്രത്തോടെ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവം അത് നിങ്ങൾ മറച്ചു വെച്ചതാണ്. അത് തിന്നുന്ന നാൾ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. പക്ഷെ ദൈവവചനം പറയുന്നതും അതേ ഒരു ശൈലിയിലാണെന്ന്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, കർത്താവിൻ്റെ വരവിൽ നമ്മൾ കർത്താവിനെ പോലെ തന്നെ ആകുമെന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് താഴോട്ടൊക്കെ വായിക്കുമ്പോൾ, നമ്മൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വായിക്കുമ്പോഴും ഈ ഉപായത്താൽ പലരെയും തെറ്റിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ സാത്താനും ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അബ്രഹാമിൻ്റെ ജീവിതം നോക്കാം. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ അബ്രഹാം ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവമേ, എനിക്കിന്ന് ഇന്നുവരെ ഒരു സന്താനത്തെ തന്നിട്ടില്ല. ദമേശക്കാരനായ ഈ എലിയാസറാകുന്നു എൻ്റെ അവകാശിയാകണം എന്നിങ്ങനെ പറയുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന വാഗ്ദത്തമാണ്. അവൻ നിൻ്റെ അവകാശിയാകയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ മക്കളില്ലാത്ത സമയത്ത് ദൈവം പറഞ്ഞു, നിനക്ക് അവകാശം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇത് പല പ്രാവശ്യവും ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്കറിയാം. പിന്നെ അതിനുശേഷം ദൈവം അവനുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18 ഇങ്ങനെ വായിക്കുമ്പോൾ ദൈവം അവനുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നത് കാണാം. അന്ന് ഈ യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രൈം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയും ഈ ദേശത്തെ ഗിർഗസ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. പക്ഷേ അവർ കാത്തിരുന്ന് ഏകദേശം വർഷങ്ങൾ പോയി. ഏകദേശം 10 വർഷങ്ങളായി ഈ വാഗ്ദത്തം താമസിക്കുന്നത് കണ്ടിട്ട് അബ്രഹാം ദൈവത്തിൻ്റെ ഉപദേശത്തിൽ മാറി സാറയുടെ വാക്ക് അനുസരിച്ചു എന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 16-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭത്തെ അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു എന്ന് തിരുവചനം പറയുന്നു. അബ്രഹാമിനൊരു സന്തതി ഉണ്ടാകുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വഴിയിൽ ദൈവം അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതിനു പകരം ദൈവം നൽകിയ വാഗ്ദത്തം അബ്രഹാം സ്വന്തം രീതിയിൽ നിറവേറ്റുവാൻ ശ്രമിക്കുന്നു. ദൈവം മുമ്പാകെ താഴ്മയോടും വിനയത്തോടും കാത്തിരിക്കുന്നതിന് പകരം സാറയുടെ വാക്ക് കേൾക്കുകയും ദൈവശബ്ദം നിരഹരിക്കുകയും ചെയ്തു. ഇത് അബ്രഹാമിനും സാറയ്ക്കും ഇന്നും വലിയൊരു കീറാമുട്ടിയായി മാറിയെന്ന് നമുക്കറിയാം. ഇസ്മയേൽ എന്ന് പറയുന്ന ദേശം, അല്ലെങ്കിൽ അറബ് ദേശത്ത് ഇന്ന് 12 പ്രഭുക്കന്മാരുടെ പിതാവായി തീർന്നു. ഇസ്മായേലിൻ്റെ പിൻഗാമികളായ ഇസഹാക്കിൻ്റെ തലമുറയുമായി ഇന്നും പ്രശ്നങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്. ഇന്നും അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്നും എന്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും? ഒരിക്കലും ചിന്തിക്കാത്ത സ്ഥലത്തു നിന്നും സഹായം വരും. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കെതിരായിട്ട് വാഗ്ദത്തം തരുവാൻ വേണ്ടി ചില സമയത്ത് ഒരിക്കലും നമുക്ക് സഹായം വരികയില്ല എന്ന് വിചാരിക്കാത്ത സ്ഥലത്തു നിന്നും വരും. നോക്കൂ, ഏതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ പുരുഷനെ വേറെ സ്ത്രീയെ വിവാഹം കഴിക്കുകയോ ആ സ്ത്രീയോട് താമസിക്കുവാൻ പറയുമോ? അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മറച്ചു കളയുവാൻ അബ്രഹാമിന് ഭാര്യയാക്കി കൊടുത്തു എന്ന് ഇത് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് കാത്തിരിക്കാതെ സ്വന്തം ബുദ്ധിയാൽ അല്ലെങ്കിൽ സാറയുടെ വാക്ക് കേട്ട് ഉപദേശം കൈക്കൊണ്ട് എന്ന് തിരുവചനം പറയുന്നു. അതുപോലെ തന്നെ സാത്താൻ നൽകുന്ന സഹായം ഏറ്റവും ക്ഷമയുടെ നെല്ലിപ്പലക പോകുമ്പോഴാണ് സാത്താൻ ഇതേപോലെ അവൻ തന്ത്രമായി കടന്നു വരുന്നത്. അവൻ നല്ല സഹായകനായിട്ട് കടന്നു വരുമ്പോൾ ഇത് യേശുവിൽ കൂടി പരീക്ഷിക്കുമ്പോഴും ഇതേ രീതിയിൽ നമുക്ക് കാണാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷവും അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു.
അപ്പോൾ അവൻ്റെ പദ്ധതി നോക്കുക, യേശുവിന് വിശന്ന സമയം നോക്കിയാണ് അവൻ്റെ അടുക്കൽ വന്നത്. സഹായകനായാണ് വരുന്നത്. ഇതുപോലെ തന്നെയാണ് സഹായനായി നമ്മുടെ അടുക്കൽ വരുന്നത്. ഇത് പരിശോധിച്ച് നോക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രീതിയിൽ നിവർത്തിച്ചാൽ, അല്ലെങ്കിൽ സ്വന്തം രീതിയിൽ നമ്മളത് ഏറ്റെടുത്താൽ നമുക്ക് വലിയ പിന്നീട് അതെല്ലാം സ്വോത്രത്തോടെ നമ്മൾ ഏറ്റെടുത്താൽ അത് പിന്നീട് നമുക്ക് ഭൂലോക തലവേദനയായി മാറും. അതായത് ഇസ്മായേൽ ഭൂലോക തലവേദന ആയതുപോലെ തന്നെ ഇന്ന് ഭാവിയിലും അവർക്ക് അതൊരു വലിയൊരു തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരിക്കലും നമുക്ക് സഹായം വരികയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് സഹായം വരും. നമ്മൾ പരിശോധിക്കുക, തിരുവചനങ്ങൾ വായിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.